നമ്മളെ നോക്കണേ എടാ നമ്മളെ നോക്കി കണ്ട ഈ ഒരു സ്ഥലത്ത് വന്ന് അവിടെ അലങ്കോലാക്കാൻ പിന്നെ എന്ത് വാവ് എങ്ങനെയുണ്ട് ഹിബ ഈ സായാഹ്നം ഇഷ്ടപ്പെട്ടോ? ഗൈസ് നല്ല പച്ചപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ഹിബ ഇങ്ങനെ നിൽക്കുക. അപ്പൊ 2 ദിവസമായിട്ട് ഇവിടെ ആണ് നൃത്തം അല്ലേ ഹിബ? എന്താ ഹിബ ഈ കൊച്ചി സെറ്റിൽഡ് ആയോ? നാട്ടിലേക്കൊക്കെ പോണ്ടേ? ഗൈസ് നമ്മള് വെറുതെ ഇങ്ങനെ പോവാനൊക്കെ വേണ്ടി നിക്കായിരുന്നു. അപ്പൊ എന്താണ് ഹിബ ഇന്നത്തെ പരിപാടി പറഞ്ഞു കൊടുക്കൂ. ഗൈസ് അപ്പൊ ഇന്ന് നമ്മള് ആലപ്പുഴ കുറച്ച് ഏതെങ്കിലും ഒരു റൂട്ടിലേക്ക് പോകണം എന്നൊക്കെ വിചാരിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും സെറ്റ് ആണല്ലോ. അപ്പൊ ഇത് നിൽക്കുന്ന സ്ഥലം ഏതാ ഹിബ? കാക്കനാടോ? എന്താ ഈ സ്ഥലത്തിന്റെ പേര്? പാലച്ചുവടോ അങ്ങനെ എന്താണ് ഈ സ്ഥലത്തിന്റെ പേര്? ഓക്കെ ഇത് നമ്മളെ ഫ്ലാറ്റ് ഒന്നല്ല, കാക്കന്റെ ഫ്ലാറ്റ് ആണ്. ഫലക്കിന്റെ ഫ്ലാറ്റ് ആണ്. കമോൺ ഇതാണ് കേട്ടോ ഫ്ലാറ്റ് അല്ലേ? ഗൈസ് അപ്പൊ ഇതാണ് അടുക്കള ഒരു കൊട്ടാരമാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളില് ഐസൊക്കെ ഉണ്ട് ഗൈസ്. ഐസുണ്ട്, സെറ്റ് ചെയ്ത് പൊട്ടിച്ചോ ഗൈസ്. മാംഗോ ബാറൊക്കെ ഉണ്ട്, ഫുള്ള് സ്റ്റോക്കാണ്. ഐസ് അയക്കുന്നല്ലോ മേത്ത്. ലാഷ് ഐസ് ഇട്ട് ഞാൻ ആരുടെ മേത്താക്കട്ടെ? സീനില്ലല്ലോ. എന്നാ ഇത് പിടിച്ചേ. എന്താ എക്സ്പ്രഷൻ നോക്കാം. ഐസ് ഒന്നും എടുത്ത് ഐസിന്റെ കയ്യിൽ വെക്കണേ. ഇതിനൊന്നും പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ ബുദ്ധി ഇല്ലെങ്കിൽ തണുപ്പ് ചൂടൊന്നും ഒരു പ്രശ്നമല്ല. ആർക്ക് ബുദ്ധി വരുന്നല്ലേ ഉള്ളൂ അല്ലേ? എന്താ ഹിബക്കും വലിയ സീനൊന്നുമില്ല. അപ്പൊ കറക്റ്റ് ഞാൻ പറഞ്ഞേ. ഗൈസ് ഇതിന്ന് ഒരു ഡ്രസ്സ് മാത്രം എടുക്കാനുള്ള പരിപാടിയാണ്. ഇത് നമ്മളെ മൊത്തം ഐറ്റംസ് ആണ് അല്ലേ? ഇങ്ങോട്ട് വന്നപ്പോൾ എന്തിനാ ഓ ഇത് ഇവിടെ മനസ്സിലുള്ള തന്നെ പറഞ്ഞതാ, ശരിക്കും പറഞ്ഞ തന്നെ. പിന്നെ ഹിബക്ക് ഹിബ ഇതൊക്കെ ആയിട്ടാ നടക്കാതാ. ഇത് പിന്നെതാ ഇത് പിന്നെ ഇത് പിന്നെതാ ഇതിൻ്റെ ഉള്ളിൽ കുറെ സാധനങ്ങള്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കണ്ടോ. ഇതാണ് ഇന്റെ ഐറ്റം കണ്ടോ. ദിസ് ഇസ് മൈൻ. മോഹൻലാൽ ഒരു പടത്തിൽ പറയുന്നുണ്ട്, 2 ചെമ്പരത്തി പൂ ചെവിയിൽ വെച്ച് ഭ്രാന്തനെ പോലെ നടന്നാലോ എന്ന് ഞാൻ പലവട്ടം ആഗ്രഹിച്ചിട്ടാണ്. അതാണ് ഇപ്പൊ ഇന്ത്യ ഹിബന്റെ അവസ്ഥ. സത്യം പറഞ്ഞാല് ചെമ്പരത്തിന്റെ ആവശ്യം ഹിബക്കില്ല. ബിക്കോസ് ഹിബക്ക് ചെമ്പരത്തി വെക്കാതെ തന്നെ ഹിബക്ക് വട്ടാന്ന് ഓളനെ സമ്മതിച്ച്. പിന്നെ ഇതാണ് നമ്മളെ നൈറ്റ് ലൈറ്റ് ഹിബ. ഇതില് ഷോള് കെട്ടി വെച്ചാട്ടോ ലൈറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട്. അല്ല മോള് CFL ഉണ്ട്, CFLന്റെ മേലെ വെച്ചേ അടച്ചോനെ മൊണ്ണത്തി തന്നെ കേട്ടോ. ഈ കേടായി ഷോള് പിടിച്ചേ. അടിപൊളി ഗൈസ്. ഇത് എന്ത് പൊട്ടത്തിയാണ്. ഞാൻ വിചാരിച്ചത് LED ബൾബ് വന്നാ കഴുതേ. മൊണ്ണത്തി ഗൈസ്. ഇതിന്റെ മേലെ ഇവിടെ CFL എവിടെ ഉള്ളത്? എന്നോട് ആരോട് CFLന്റെ മേലെ ആരെങ്കിലും ഈ സാധനം വെക്കുവോ? നമ്മളെ വീട്ടിലെ LED ബൾബ് ഉള്ളത്, അതിന്റെ മേലെ വെച്ച ഒരു സീനും ഇല്ല. ഞാൻ ഇടക്കിടക്ക് വെക്കണേ. ഞാൻ അതിന്റെ അണ്ടർവെയർ ഒക്കെ വെക്കും ലൈറ്റ് ഒന്ന് ഡിമിനിഷ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ കണ്ടില്ലേ ബുദ്ധി ഇല്ലാത്ത കൂടെ നോക്കിയേ. ഇത് അറിയാതെ വെച്ചതൊന്നുമല്ല, ഇത് അറിഞ്ഞുകൊണ്ട് വെച്ചതാ ഗൈസ്. പിന്നെ ഒരു സ്ഥലം കിട്ടിയ അവിടെ അലങ്കോലാക്കാൻ നമ്മളത്ര എക്സ്പേർട്സ് വേറെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നല്ല വൃത്തിയുള്ള ഒരു ആസ്തറ്റിക് മൂഡിലായിരുന്നു ഈ റൂമുള്ളത്. നമ്മളെ കൂടെ പറ്റുന്ന പോലെ നമ്മളത് കൊളാക്കി കൊടുത്തിട്ടുണ്ട്. ഇവ ഗൈസ് നോക്ക് ഒരു തള്ള വൈബില്ലേ. നോക്ക് മുഖം മുടിയൊക്കെ വാർന്നൊക്കെ ശരിക്കും എനിക്കൊരു അമ്മായി വൈബ് അടിക്കുന്നു ഗൈസ്. ഓൾ താങ്ക്സ് ടു മൈ ആര ബേബി.
രാത്രിയൊക്കെ ഫുള്ള് ഈ ഹിബ ഉണ്ടല്ലോ ഇതിന്റെ ഇവിടെ നിന്ന് ഫുള്ള് റഫ് ഇടലും എറിയണ ശബ്ദമൊക്കെ കേൾക്കുക ഗൈസ്. കുട്ടികൾ അങ്ങോട്ട് മറിക്കണേ ഇങ്ങോട്ട് മറിക്കണേ, ഒന്നെടുക്ക് നോക്കിക്കോട്. എന്ത് ശബ്ദമായാലും അവിടെ അനങ്ങാതെ കിടക്കുന്ന ഒരു ജീവിനെ ഞാൻ കാണലുണ്ട്. അതാണ് നമ്മളെ വാപ്പ. ജീവി പ്രകാശാണോ ആരന്റെ മുടി ഇവിടെ രണ്ടോട്ടുണ്ട്. ഇരട്ട സ്വീപ്പാണ്, നല്ല സ്വീപ്പാക്കലാണ്. എനിക്കും ഇങ്ങനെ യാർക്ക് 2 സ്വീപ്പാണ്, പിന്നെ എനിക്ക് 3 സ്വീപ്പ് ഉണ്ട് ഗൈസ്. അതായത് 2 യാരും 1 ബളും കൂടി ഇന്നിട്ടൊരു ട്രിപ്പിൾ സ്വീപ്പിംഗ് ആണ് ഗൈസ്. സ്വീപ്പാക്കിട്ട് വിടാണ് ആളെ. അതൊന്നും പോട്ടെ, എന്തായാലും നമുക്ക് വേഗം ട്രിപ്പ് പോവാം. അതിന് മുന്നേ നമുക്ക് ഫലക്കിന് എന്തോ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫലക്ക് വരുള്ളൂ. അപ്പൊ ഫലക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇവിടെ കിടന്ന് പൊരിഞ്ഞോർക്കാട്ടോ. അപ്പൊ ഇവളും കൂടി എണീച്ചാലേ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലേ ഇവ? അപ്പൊ വേഗം മാറ്റിക്കൂട്, ട്രിപ്പ് വേണ്ടേ? സെറ്റ് അല്ലേ? അതെന്താ ഇവ കുട്ടീനോട് റെസ്പെക്ട് ഇല്ലാത്ത വരുമ്പോ ഇവന്റെ മുഖമൊക്കെ നോക്ക്. എന്താ ഗൈസ് ഹിബക്ക് ഇത് മറ്റേതാ ഗൈസ്, ഇത് മറ്റേ സാധനമാണ്. അത് ഇവൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഏത് എന്തായാലും പേര് ഗൈസ്. ഇവൾ പോസ്റ്റ് പാർട്ടിയിൽ കുടുങ്ങിയിട്ട് കുറെ കാലായി ഗൈസ്. ഇത് എന്തായാലും എന്നിട്ട് അലമ്പാക്കലാണ്. ഞാൻ പിന്നെ സഹിക്കും. ഫലകിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോകാനുള്ളതാണ്. അപ്പൊ ഈ ക്ലാസ് ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളെ ഫണ്ടും നടക്കും ക്ലാസ്സും നടക്കും കേട്ടോ. അപ്പൊ ഫലക്ക് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണത് എന്താന്നല്ലേ, ഇവള് അറ്റൻഡ് ചെയ്യണത് ബാൻസുവിന്റെ ഓൺലൈൻ മാത്സ് ട്യൂഷൻ ആണ് കേട്ടോ. നമ്മൾ നോർമലി മാത്സ് പഠിപ്പിക്കണ പോലെ അല്ല ഇവര് പഠിപ്പിക്കണേ. കുറച്ച് അടിപൊളിയായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാണ് കേട്ടോ. മെന്റൽ മാത്സ് ആണ് കേട്ടോ ഇവിടെ പഠിപ്പിക്കണേ. പിന്നെ UKG to 9th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ഈ ക്ലാസ് അവൈലബിൾ ആണ്. പിന്നെ മാത്സ് പഠിക്കാൻ ബുക്ക് പെന്ന് ഒന്നും കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ട്രിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഇവര് പഠിപ്പിക്കണേ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കോൺഫിഡൻസ് ലെവലൊക്കെ നല്ല ബൂസ്റ്റ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ഈ പ്രായത്തിൽ മാത്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റിയാൽ. അതുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവിങ്ങും ഈസി ആവും കേട്ടോ. Socks is different. Socks is different. Very good. Yes. പിന്നെ ഈ ബാൻസുന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ നീലകണ്ഠ ബാനു ആണ്. ഓല് വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. That is 2, 3, 4, 5, 6. You have to take how many steps? Let's walk now. See, 1, 2, 3, 4, 5, 6. And see, you are holding hands now. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്ന എന്തായാലും ഉറപ്പാണ്. അപ്പൊ ഫസ്റ്റ് ജോയിൻ ചെയ്യണ 100 ആൾക്ക് ഫ്രീ ഡെമോ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് 20% ഓഫറും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആരും ഇത് മിസ്സാക്കണ്ട. ഇത് നാട്ടിൽ മാത്രമല്ല ഉള്ളത്, UK, US, UAE എല്ലായിടത്തും ഉണ്ട്. 3, 4, 5, 6, 7, 8, 9. ജോയിൻ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ ഫലക്കെ? ഏതാ ക്ലാസിന്റെ പേരെന്താ? അടിപൊളി തന്നെ ഗൈസ്. അപ്പൊ ഫലക്കിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് പോകണം ഗൈസ്. അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ട് നമ്മളൊരു സ്ഥലത്തെത്തി. ഈ സ്ഥലം ഏതാ നിങ്ങൾ പറയൂ. അതിൽ നിന്ന് ആരെങ്കിലും കമന്റ് ചെയ്യാം. ഒരു ക്ലൂ തരാം. ഇതാണ് ഈ ഒരു സംഭവം. ഈ ഒരു ബിൽഡിംഗ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. നമ്മൾ എത്തിയിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മളെ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള എവിടെയാണ് ഇവ? ട്രിവാൻഡ്രത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതെ, പത്മനാഭൻ സ്വാമി ക്ഷേത്രത്തിലെ, അതായത് റിച്ചസ്റ്റ് പ്ലേസ് ആണ് കേരളത്തിലെ, അല്ല ഇവ? പിന്നെ നമ്മളെ ഫലക്കുണ്ട് കൂടെ. ഇങ്ങ വാ. തള്ള ഇതാ സെക്രട്ടേറിയറ്റ്. ഇവാ ഇത് ഏത് സെക്രട്ടേറിയറ്റ്? ഇതല്ലേ നമ്മളെ ലയണിലൊക്കെ ഉള്ളത് അല്ലേ? ഹായ് ഗൈസ്, എന്താ പറഞ്ഞേ? Hi guys. Same. Harmony for heaven.
നമ്മളെങ്ങട്ടാ പോണേ? ഇങ്ങോട്ട് നോക്ക്. പലക്കിനെ തൊട്ട് അവിടെ സൂല് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അല്ലെ? മങ്കിന്റെ ഒരു മങ്കി ഓടിപ്പോയി അറിയണേ, അതിലേക്ക് ഫലക്കിനെ കയറ്റാൻ വേണ്ടി പോവാ. ആ ഇതാണ് തിരുവനന്തപുരത്തെ സ്റ്റേഡിയം. കളിയൊക്കെ നടക്കും, ISL ഒക്കെ നടക്കല് ഇവിടുന്ന അല്ലേ? മോനെ ISL കൊച്ചിയിലാ നടക്കാൻ മോളെ, തിരുവനന്തപുരത്തിന് ടീമൊന്നും ഇല്ല ഗൈസ്. ഇവിടെ മന്ത്രിമാരെ കളികളാണ് നടക്കാറുള്ളത്, അഴിമതി കളികൾ, അങ്ങനത്തെ കളികളൊക്കെ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ അഴിമതികൾ പ്ലാൻ ചെയ്ത സ്ഥലമാണിത്. അപ്പൊ എല്ലാരും കാണാം. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ട്രിവാൻഡ്രത്തുള്ള സൂലാണ് ഗൈസ്. നമ്മൾ ഒരുപാട് മനുഷ്യ മൃഗങ്ങളെ കണ്ടിട്ട് നമ്മൾ മടുത്ത് അല്ലേ? മനുഷ്യ മൃഗങ്ങളെ കണ്ടിട്ട് മടുത്ത്. ഇനി നമുക്ക് ഒറിജിനൽ മൃഗങ്ങളെ കുറച്ച് കാണണം. നമ്മളിട്ട ഡ്രസ് മൊത്തം നമ്മൾ ഫാമിലി ആയിട്ട് മൊത്തം ഒരു ബാച്ചാണ് പിടിച്ചത്. അതെ ബിക്കോസ് എന്താ സംഭവം വെച്ചാല് നമ്മൾ ഇന്നലെ കൊച്ചിന്നും എങ്ങോട്ടേ പോവാൻ ഫസ്റ്റ് ഉദ്ദേശിച്ചത്? ആലപ്പുഴ വരെ പോയിട്ട് ആലപ്പുഴയിൽ നിന്ന് ചോറ് നിന്നിട്ട് തിരിച്ചു വരാൻ വിചാരിച്ചാണ്. അപ്പൊ ഹിബക്ക് ഭയങ്കര ആഗ്രഹം വർക്കല പോകണം. അപ്പൊ നമ്മൾ ഇന്നലെ വർക്കലയിൽ പോയി. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു അല്ലേ? അപ്പൊ പിന്നെ ആർക്കും ഒരു കുണ്ട പോലും ഇല്ല. ഫാമിലി ആയിട്ട് സ്റ്റുഡിയോയിലാണ് കേറി. എന്താ എന്തിനാ ഞങ്ങളൊരു സ്ഥലം വരെ സ്റ്റുഡിയോന്ന് വാങ്ങിയ ഷർട്ട് ഇട്ട് സ്റ്റുഡിയോയിലേക്ക് വേറെ സ്റ്റുഡിയോ വാങ്ങി. അടുത്ത സ്റ്റുഡിയോ പ്രോഡക്റ്റ്. ഇത് മൊത്തം സ്റ്റുഡിയോ പ്രോഡക്റ്റാ. ഇത് നമ്മൾ ഇക്കാക്ക ഇറക്കിയ പ്രോഡക്റ്റ് ആട്ടോ. 2 കൊല്ലം. എത്ര കൊല്ലം ഇറക്കിയ പ്രോഡക്റ്റ്? 4 കൊല്ലം ഈ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട്. ഇതിപ്പോ ഇവിടെ ഇറക്കിയതാണ്, ചൂടോടെ ഇട്ടതാണ്. കാരണം എന്താ, വരുന്ന വഴിക്ക് ഒന്ന് ചെറുതായിട്ട് ഡ്രസ്സ് മൊത്തമായിട്ട് ഛർദിച്ച്. അപ്പൊ അതാ അവിടുന്ന് വാങ്ങിയതാണ്. അപ്പൊ ഞമ്മക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. എന്തിനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരാം. നമ്മളിപ്പോ അവിടെ ഉള്ള പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്കാം. അതൊരു സസ്പെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഏത് സ്റ്റുഡിയോയിലുള്ളതെന്ന് ഇപ്പൊ ഇവിടെ ഉള്ള ഈ സ്ഥലം കാണുന്നവർക്ക് മനസ്സിലായെങ്കിൽ പറയാം. 1 ഡേ ട്രിപ്പിന് പോയതാ. എന്നിട്ട് സ്റ്റുഡിയോയിൽ അങ്ങ് സൈഡാക്കിട്ട് എല്ലാരും സ്റ്റുഡിയോ ഗൈസ്. ഇത് സ്റ്റുഡിയോ പിന്നെ ഇവക്ക് പാൻറ്റും എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇത് സ്റ്റുഡിയോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അക്വേറിയം, പിന്നെന്താ ഉള്ളത്, സൂ അല്ലേ? പിന്നെ ഒറിജിനൽ മൃഗങ്ങളുള്ള സൂ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഐസ്ക്രീം ഉണ്ട്, പിന്നെ ജ്യൂസൊക്കെ കിട്ടും. ഇവിടെ നിന്ന് ജ്യൂസ് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇവിടെ ആണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറുള്ള. അടിപൊളി. ഹിബ അത് അവിടെ നിൽക്കണേ. പൈസ ഉണ്ട്. ഹിബന്റെ ഡ്രസ് നോക്കിയാ സ്റ്റുഡിയോ ഗൈസ്. അപ്പുറത്ത് നോക്കിയാ പെണ്ണിന്റെ സ്റ്റുഡിയോ. സെയിം ഡ്രസ്. ഹിബ നൈസ് ആയിട്ടുണ്ട്. വെരി ഗുഡ്. ഇതാണ് സൂ എൻട്രൻസ്. ഹിബ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ കാട്ടുപോത്ത്. ഇതാ ഒറിജിനൽ കാട്ടുപോത്ത് അത് അവിടെ ഉള്ളതാ. മനസ്സിലായോ? ഇതാ കാട്ടുപോത്ത്. ഒന്നിനെ അതിന്റെ ഉള്ളിൽ ഇട്ട് ഒന്നിനെ പുറത്തയച്ചു വിട്ടു. ഓക്കെ. എന്താടോ ഇത് വെക്കാൻ സമ്മതിക്കാത്ത? ആരും ഒപ്പിയൊന്നും വെക്കാൻ സമ്മതിക്കൂല ഗൈസ്. നൈസ് കുരങ്ങ്. ഇതിന്റെ പേരെന്താ? ഇത് ഭയങ്കര എൻവയറമെന്റ് റിച്ച് സ്ഥലട്ടോ. ഫുള്ള് നല്ല നല്ല മരങ്ങളും. ചൂടെടുക്കില്ല അവിടെ വന്നിട്ട്. ഒരു കിടില സാധനം അല്ലേ? ഇതാ നോക്കിക്കേ, നോക്ക്. ഫോട്ടോ എടുത്ത് വെച്ച പോലെ കേട്ടോ. പക്ഷെ ഒറിജിനൽ സാധനമാണ്. ലുക്ക് ഗൈസ്. ഇതാണ് നമ്മളെ റിയോന്റെ വെല്ലിപ്പ. വെല്ലിപ്പാണത്. വലിയ ഗ്രേ പാരറ്റ്. നല്ല തെറിയാ വിളിക്കണേ, മനസ്സിലായോ? ട്രിവാൻഡ്രം സ്ലാങ്ങിൽ തെറി വിളിക്കാം. നായിന്നൊക്കെ വിളിക്കാം. മൂപ്പര് വെജിറ്റേറിയൻ കേട്ടോ. അതിനെ കൊണ്ട് സാമ്പാറിനടുത്ത് സാമ്പാർ പൊടി ഇത് അപ്പിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് ഗൈസ്. ഇതാണ് ബ്ലാക്ക് ബഗ് കേട്ടോ. ഇത് കാരണമാണ് സൽമാൻ ഖാന്റെ ജീവിതം മൊത്തം മാറി മറിഞ്ഞത് ഗൈസ്. ബ്ലാക്ക് ബഗ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. കണ്ടോ ഇതിനൊക്കെ വീക്ഷിച്ചോണ്ടിരിക്കുക. അപ്പൊ കുട്ടികളൊക്കെ ഒരു സൂല് വന്നൊരു വൈബ് തന്നെ അല്ലേ? ഓ ഗൈസ് നോക്ക്, നമ്മളെടുത്ത് കൂടെ ലെപ്പാട് പോണിട്ടോ. ഇവ നോക്ക്. ഇന്ന് കുറെ മനുഷ്യന്മാര് വന്നിട്ടുണ്ടല്ലോ മൃഗങ്ങളെ കാണാൻ. എടാ മണ്ടന്മാരെ, ഞങ്ങളല്ല മൃഗങ്ങൾ, ശരിക്കും നിങ്ങളാടാ മൃഗങ്ങൾ. പഴുതകളെ. Hey ladies and gentlemen, I am sleeping. Don't disturb me.
ആരാ നോക്ക്, ഇതാണ് പുലി, ലെപ്പാട്. ഇതല്ല പണ്ടത്തെ കാട്ടിലുള്ള ആൾക്കാർ ഇത് പറിച്ചിട്ടാണ് മാറ്റ് ഉണ്ടാക്കുക. ഓർക്ക് പണ്ടത്തെ ആൾക്കാർക്ക് പ്രത്യേക വൈബാണ്. ഓ ഗൈസ്, സീൻ മച്ചാൻ വൻ സീൻ. പോത്തിന്റെ പല്ല് കുടുങ്ങി. ഇവന്മാര് നമ്മുടെ ഹിബ ഫസിയല്ലേ ഇത്? അതിന്റെ ഇവന്മാര് പണ്ടുകൂടായിപ്പ കിടന്നുറങ്ങിയേക്കാം. എടാ നമ്മളെ നോക്കി കണ്ട ഈ ഗൈസ് ഇന്ത്യ നോക്കിട്ടോ, കറക്റ്റ് നോക്കി. പിന്നെതാ അത് വെറും പുലി. ഇതാണ് ഗൈസ് ടൈഗർ. ഉച്ച സമയം ആയതുകൊണ്ട് ടൈഗറൊക്കെ ഫുള്ള് ഉറക്കാണ്. ഇതാണ് ഈ കാണുന്നതാണ് ടൈഗറിന്റെ അപ്പി കേട്ടോ. ഇതാരും കാണാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇതാണ് ടൈഗറിന്റെ അപ്പി. നമ്മളുമ്മ സീരിയൽ കണ്ട് കിടക്കണ പോലെ ഉണ്ട് കാണാൻ. ഗൈസ് മമ്മി ഇതേപോലെ സീരിയൽ കണ്ടിട്ട് ഒറ്റ കിടക്കാം. പിന്നെ എന്ത് വന്നാലും ആരും എണീക്കില്ല. അപ്പൊ അതുപോലെ ഉണ്ട്. സിംഹത്തിന് നല്ലപോലെ കാണാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് ലയണ്ണ കാണേണ്ടത്. ഇതാണ് രാജാവ്. രണ്ടെണ്ണം ഇവിടെ ആണല്ലേ ചേടുള്ളത്. ടൈഗർ. അവിടെ കൂടെ ടൈഗർ സ്ലോ മോഷനിൽ നടക്കുകയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടോ. ബിഗ് ബിയിലെ മമ്മൂട്ടി വരുന്ന പോലെ സ്ലോ മോഷനിൽ നടത്തണ ഈ പൊട്ടന്മാരെ പറ്റിക്കാം. ഒരു ഷോട്ടല്ലോ അല്ലെങ്കിൽ വേണ്ട, തിരിച്ചു പോവാ. ഇവന്മാരെന്തോ സീന. ഞാൻ പോട്ടെ, നല്ല വിശപ്പ്. ഇന്ന് മാനിന്റെ കുടൽ പൊരിച്ചതാണുള്ളത്. മാസ്റ്റർ ഫുഡ് തരൂ. ഇതിനെ കാണാൻ വേണ്ടി എത്ര നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് പോയിക്കുന്നു. ഇന്നേ വരെ കണ്ടില്ലല്ലോ. ഇവിടെ അനോക്കോണ്ട വരെ ഉണ്ട് കേട്ടോ അല്ലേ? മോനെ ഏതാ സാധനം ഇവ? എന്തിനാ ആടിനട്ടോ വീങ്ങിയിരിക്കാൻ വന്നല്ലേ? രണ്ടാളും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ട്വിന്നിങ് ആട്ടോ. ഗൈസ് സൂല് ഇറങ്ങിയിട്ട് വിധായി ഗൈസ്. ഫുൾ ഔട്ട് കംപ്ലീറ്റ് കൊയങ്ങി പണിയായിട്ടോ. നമ്മൾ അടുത്ത പരിപാടി പിടിക്കാൻ വേണ്ടി പോകണം. ട്രിവാൻഡ്രത്ത് അടുത്ത എന്ത് പരിപാടിയാണുള്ളതെന്ന് അങ്ങനെ പൊന്മുടിയിലെത്തിട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത്. പിന്നെ ഇതാ ഇവിടെ നിന്ന് നമ്മളെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഫോറസ്റ്റിലേക്ക് അതിനെ കൊണ്ട് കണ്ടോ. അങ്ങനെ നമ്മൾ പൊന്മുടി എത്തിയില്ല. ഈ പൊന്മുടി നമുക്ക് 360 ഡിഗ്രിയിൽ അവിടെയും ഇവിടെയും ഒക്കെ മല അല്ലേ? ഇവ എവിടെ പോയാലും മീൻ പോയിണ്ട് അല്ലേ? നൈസ് സാധനമാണ്. അങ്ങനെ നമ്മളെ യാര ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പൊന്മുടിയിലൊക്കെ വരുന്നത്. പിന്നെ യാരൻ്റെ സിസ്റ്റർ ഉണ്ട് ഫലക്. പൊന്മുടി ഇഷ്ടപ്പെട്ടോ? ഫലക്കിന്റെ മുടിയാണോ ഇഷ്ടം അല്ലെങ്കിൽ പൊന്മുടിയാണോ ഇഷ്ടം? ഇല്ല, എനിക്ക് എൻ്റെ മുടിയാണ് ഇഷ്ടം അല്ലേ? വെരി ഗുഡ്, നല്ല ഉത്തരം. അതാണ് ഒറിജിനൽ പൊന്മുടി ആ കാണുന്നത്. പക്ഷെ അങ്ങോട്ട് കയറാൻ ഭയങ്കര പ്രയാസമാണ്. ഞങ്ങൾ നമ്മൾ കുറച്ച് ചെറിയൊരു പൊന്മുടി കണ്ടുപിടിച്ചാണ് ഈ സൈഡിൽ. ഓ മൈ ഗോഡ്, ഈ സാധനം കയറണമെങ്കിൽ കുറച്ചൊന്നല്ല പാടുള്ള. അങ്ങനെ നമ്മളിതാ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. കൊടുമുടി 2.0 അല്ലേ? അത് കാണിച്ചു കൊടുക്ക്. നെടുമുടി അല്ല, എന്താ അതിന്റെ പേര്? പൊന്മുടിയിലെ മുടികളാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പൊന്മുടി നമ്മളെ വയനാടിനെക്കാണ്ടിയൊക്കെ പൊളി തന്നെ അല്ലേ? അവിടെ ഒരു സാധനം കേട്ടോ, കാണിച്ചരാ. എന്തുവാ ഇത് എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തൊക്കെ ഉണ്ട് അവിടെ, കാര്യമായിട്ട് ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷെ ഭയങ്കര സുഖമുണ്ട് ഇവിടെ. അപ്പോ ആ പശ്ചിമഘട്ട മലനിരകളുടെ അപ്പുറമാണ് തമിഴ്നാട് ഉള്ളത് കേട്ടോ. അതായത് ആ മലകളൊക്കെ തമിഴ്നാടത്താണ്. അതെ, അല്ല അതിന്റെ ബാക്കിലുള്ള സൈഡ് അല്ലേ? ഗൈസ് അങ്ങനെ നോക്കി മനോഹരമായ പൊന്മുടിയിൽ വെച്ചപ്പോ എന്താ പൊന്മുടിനെ പറ്റി എന്താ പറയാനുള്ളത്? പറയേ. എന്ത് മുടിയെ? ഓ, എന്റെ മുടിനെ പറ്റിയല്ല, പൊന്മുടിനെ പറ്റിയാ ചോദിച്ചത്. ബ്ലാഡിഫുൾ. 1:30 കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലെത്തി. തിരുവനന്തപുരത്ത് വന്നു അല്ലേ? കൊച്ചിയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. രാത്രി കുറേ കെട്ടും പാണ്ടക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീട് ഇത്രയായിരുന്നു. പിന്നെ തിരുവനന്തപുരം നമ്മൾ വിചാരിച്ചപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു അല്ലേ? സംസം ഹോട്ടലിൽ നല്ല ഫുഡ് കിട്ടിയില്ല നമുക്ക്. ഫുഡ് അല്ല അടിപൊളിയാ, നൈസ് ഫുഡായിരുന്നു. പിന്നെ അവിടെ തൈരിലൊക്കെ പോമഗ്രാനൈറ്റ് കിട്ടിയില്ലേ? നമ്മള് ദോശ ഒന്നും കണ്ടില്ല. പിന്നെ വേറെ എന്താ ഹിബ പറയുള്ളത്? സൂലുള്ള മൃഗങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെയുള്ള മൃഗങ്ങളെക്കാണ്ടി അടിപൊളിയാണോ? ഇവിടെ അല്ല, മനുഷ്യ മൃഗങ്ങളെക്കാളും കൊള്ളാം അല്ലേ? എന്ത് യെസ് ഗൈസ്, അപ്പം എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. മറ്റു വീഡിയോയിൽ